ഇതന്നെ ഡോക്ടർ കല്യാണി MBBS MD. അതൊക്കെ എന്താ പ്ലാനാ ഇനിയിപ്പോ അത് ഞാൻ തന്നെ പറഞ്ഞു തരണം. അളിയാ നമ്മൾ നേരെ കയറി ചെല്ലുന്നു, ഡോക്ടറെ വീടല്ലെന്ന് ചോദിക്കുന്നു, ഡോക്ടറെ കാൽക്കിലേക്ക് വീഴുന്നു, പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് എനിറ്റാ മതി. അതൊക്കെ ഡോക്ടർ ഉണ്ടാവില്ല അകത്ത്. ഡോക്ടർ വരട്ടെ ചോദിക്കാം. ഡോക്ടർ കല്യാണി ഡോക്ടർ അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, ടെൽ മീ. ഇങ്ങോട്ട് എണീക്കടാ. ജയിച്ചു രാജാവായി വന്നാൽ 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ട് എവിടെടാ മാറി എൻ്റെ രൂപ? അളിയന് ഇവിടുന്ന് കാശ് ചോദിച്ചാ അതോ വീട് മാറിപ്പോയാ? അല്ല വീട് കറക്റ്റ്. അപ്പൊ ഒരു കാശ് ചോദിക്കണോ? ആരാ? എന്താ? അല്ല ഞാൻ ഷിബു കല്യാണി കാണാൻ വന്നതാ. പക്ഷെ അപ്പോഴേക്കും ഇവരെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. അമ്മയ്ക്ക് ചില ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കല്യാണിയുടെ അമ്മൂമ്മ, ഞാനാണ് അമ്മ. അമ്മ അകത്തേക്ക് പൊക്കോളോ. ഇവരെ നമ്മുടെ കല്യാണീനെ കാണാൻ വന്നവരാണേ. പൊക്കോളോട്ടാ. അതെ, അമ്മ ഈ TV സീരിയലൊക്കെ കണ്ട് ഏത് നേരം ടിവിയുടെ മുമ്പിലാ. അതിന്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളകത്തേക്ക് ഉപദ്രവിക്കൂ? ഉപദ്രവിക്കൊന്നുമില്ല. വരൂ അകത്തേക്ക് ഇരിക്കാം. നിങ്ങൾ ഇരിക്കട്ടാ, ഞാൻ കല്യാണീനെ വിളിക്കാം. തള്ളക്ക് പ്രാന്താണെന്ന് തോന്നണമെന്നല്ല, മുഴുപ്രാന്താ. കല്യാണി മോളെ, കല്യാണി. ആഹാ, നീ ഇതുവരെ റെഡിയായില്ലേ? ചെറുക്കനും കൂട്ടരും അവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? നീ ഒന്ന് വേഗം റെഡിയാവ്. കുറെ നേരം ഞാൻ ചേച്ചിയോട് പറയുന്നത്, ഇതുവരെ റെഡി ആയിട്ടില്ല. ഇത് എല്ലാ തവണത്തെ പോലെ ഇതും മുടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അമ്മയുടെ തനി സ്വരൂപം നീ അറിയൂട്ടോ. ഞാനിത് എത്രാമത്തെ പ്രാവശ്യം പറയണേ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. ഓരോരുത്തർ കെട്ടിയെടുത്ത് വരും, അവസാനം അവർക്ക് തന്നെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. വെറുതെ അല്ലല്ലോ, നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ. കണ്ടോണെന്ന് ഇറങ്ങി പേരുദോഷം കേൾപ്പിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടാ. അതുകൊണ്ട് തന്നെ പറഞ്ഞു എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. ഈശ്വരായി കുട്ടിയുടെ ഒരു കാര്യം. മോളെ, അമ്മ പറയണ ഒന്ന് കേക്ക്. ഇതിപ്പോ നല്ല ചെറുക്കനാ, ജാതകവും ചേരും. അവർക്ക് താല്പര്യം എന്നാ ബ്രോക്കർ പറഞ്ഞേ. നീ ഒന്ന് ചെന്ന് കാണും. നല്ല ചെറുക്കൻ, പേര് കേട്ടില്ലേ? ഷിബു. എന്താടി ഷിബു എന്നുള്ള പേരിനൊരു കുഴപ്പം? നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ വേഗം റെഡി ആയിട്ട് താഴേക്ക് വരാം. എന്നിട്ട് ഞാൻ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയും എനിക്ക് അവൻ ഇഷ്ടമില്ല. അപ്പൊ അമ്മയ്ക്ക് സമാധാനമല്ലോ. അങ്ങനെങ്ങാനും നീ പറഞ്ഞോ പിന്നെ നിന്റെ അമ്മ ജീവിച്ചിരിക്കില്ല, ഓർത്തോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിനക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ. വൈറ്റമിൻ സി ആണല്ലോ എടുത്തോ. ഞാനെടുത്തു. അതെ, കല്യാണി ഡോക്ടർ എവിടെയാ? കല്യാണിയോ? കല്യാണി ഇപ്പൊ വരും. അളിയാ പണി പാടി. ഈ സെറ്റപ്പ് കണ്ടിട്ട് എന്താന്ന് മനസ്സിലായില്ലേ? എനിക്ക് തോന്നണം ഇവർക്ക് ആള് മാറി പോയിട്ടുണ്ടാവും തൊട്ടാണ്. നീ ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും വേണ്ട, അഡ്ജസ്റ്റ് ചെയ്യാം. ലളിതതിന് ശേഷം വേണമെങ്കിൽ കാല് പിടിക്കാം. എന്താണ് രണ്ടാളും കൂടി സ്വകാര്യം? മുത്തശ്ശേട്ട ഒരു പ്രാന്ത് പറഞ്ഞിട്ടിരിക്കണം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണി. ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? സ്റ്റേറ്റ്സ് നിന്ന് വീട്ടുകാരൊക്കെ വരുന്നു പറഞ്ഞിട്ട് വന്നോ? എത്തിയിട്ടില്ല. ഈ ബിസിനസ് ഒക്കെ കുറച്ച് നഷ്ടത്തില്ല, അതുകൊണ്ടാ. 14 സ്റ്റേറ്റ് അല്ല നമുക്ക്. എനിക്കൊന്ന് സംസാരിക്കണം. അല്ല, നമുക്കൊന്ന് സംസാരിക്കാം. അത് വേണം. സംസാരിച്ചോളൂ, ചെല്ലു. ഒരു ഹെൽപ്പ് ചോദിക്ക്, എന്നിട്ട് നൈസായിട്ട് കാര്യം പറ. പ്രശ്നമാവോ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ ഒരു കാര്യം. അതെ, ആക്ച്വലി ഞാൻ ശരിക്കും എന്തിനാ അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അത് ഇവിടെ വെച്ച് നടക്കില്ല. അനിയത്തെ കുറച്ച് പാരയാ. താൻ തന്നെ നമ്പറും തരൂ. അല്ല, നമ്പർ എന്തിനാ? അത് പറ. 995 895 009. ഓക്കെ.
ഹെൽപ്പ് ചോദിച്ചാ? ഇല്ല, അതിനു മുമ്പ് അവൾ ഇങ്ങോട്ടൊരു ഹെൽപ്പ് ചോദിച്ചു. അതെന്ത് ഹെൽപ്പ്? എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്തായാലും അവള് പറഞ്ഞ പോലെ കേട്ടാക്ക്. വേണമെങ്കിൽ ഒന്ന് വഴങ്ങി കൊടുത്താക്ക്. അയ്യേ അളിയാ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവളെ ഹെൽപ്പ് ചെയ്തിട്ട് ആ വഴിക്ക് വേണം നമ്മുടെ ജീവിതം ഒന്ന് റെഡിയാക്കാൻ. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടുന്ന് മുങ്ങാം, അല്ലെങ്കിൽ ചിലപ്പോൾ പണിവാളും. അതെ അതെ. ഇതെവിടെയായിരുന്നു? എന്തെത്ര ലേറ്റ് ആയത്? ഞാൻ എത്ര തവണ ഫോണിൽ വിളിച്ചു. അളിയാ ഇതാരാ? അതേ ചേച്ചി, ഞാൻ നമ്മുടെ ചെറുക്കൻ ഷിബുവിന്റെ കല്യാണക്കാരിയായിട്ട് പെണ്ണ് കാണാനായിട്ട്. കാശും വാങ്ങിയിട്ട് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ടായ എങ്ങനെയാ സുഖം? ചെറുക്കനല്ലേ വന്നിരിക്കണേ? ചെറുക്കനാ? ഇതാ ഇതാ ശിവു. ഇത്തവണയും കൂടി ഇവൻ എന്നെ പറ്റിച്ചിരുന്നെങ്കിലേ ഉറപ്പായിട്ട് ഞാൻ ഇവനെതിരെ കേസ് കൊടുത്തേനെ. അതെ അതെ. കമ്മീഷൻ അഡ്വാൻസ് വാങ്ങിയിട്ട് എന്റെ ഫോൺ കൊടുക്കാതെ മുങ്ങി നടക്കായിരുന്നു. എന്തായാലും നല്ലൊരു ചെക്കനെ തന്നെ കൊണ്ട് തന്നല്ലേ സുഖോ. സന്തോഷം. അതാണ് എല്ലാത്തിനും അതിന്റേതായ സമയമില്ല ചേച്ചി. അതെ അതെ അതെ, ഞങ്ങളുടെ സമയത്തിന് മോശമാണ്. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആ ശരി, ആയിക്കോട്ടെ. എന്തെങ്ങനെ മൊത്തത്തിൽ വട്ടാണ്. അപ്പൊ ശരിയമ്മ. എന്താ പിന്നെ ഞാനങ്ങ് പോക്കോട്ടെ. അല്ല, നീ ഇത്ര വേഗം ഇറങ്ങാ? അന്ന സ്ഥിതിക്ക് ഒരു അച്ചപ്പം. നിനക്ക് സുഖോ ചോദിക്കാണ്ട്. നിന്റെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോടാ. അയ്യോ, ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ചേട്ടനാണ് എന്റെ കല്യാണം നടത്തിയത്. എന്റെ പേര് പ്രഹ്ലാദൻ, മെഡിക്കൽ റപ്പേ. ഇതെന്റെ അളിയൻ ഷിബു. ഷിബു. ആ, നമ്മുടെ സിനിമ ഓടിക്കണ ഭുവനേന്ദ്രന്റെ മാന. അതെ അതെ അതെ. നീ എന്തിനാണ് അവിടെ പോയത്? ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നത്. പെണ്ണ് കാണാനാ? പെണ്ണ് കാണാനായിട്ട് ദാമോദരൻ സാറിന്റെ മകൻ ഷിബു അല്ലേ അവിടെ പോകുന്നത്? അതെ അതെ അതെ. ഷിബു എന്നുള്ള പേരുകൊണ്ട് ആദ്യമായിട്ടൊരു ഗുണം കിട്ടി. എന്താണ് രണ്ടുപേരും കൂടി ഒന്ന് പരിഗണത്? കൂടാലോ ആൾമാരുടെ എന്റെ പൊന്നി ചേട്ടാ, രക്ഷിക്കണം. ഇവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാണ്. ഇതല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സാറേ. ഞങ്ങളെ കൈവിടരുത് പ്ലീസ്. ആഹാ, അപ്പൊ നീയാണല്ലേ അവൾക്ക് വരുന്ന കല്യാണാലോചനകൾ കൊടുക്കുന്ന ആ കൂതറ കാമുകൻ. ചേട്ടൻ വേറെ ഒന്നും സംസാരിക്കരുത്. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തി തന്നെ. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നടത്തണമെന്ന് പറഞ്ഞാലേ ആ മാറുന്നില്ല അങ്ങോട്ട്. ജ്യൂസ് കുടി. ആ ജ്യൂസ് അളിയമ്പടി കുടിക്ക് സാറേ. നിങ്ങൾ തമ്മിൽ ശരിക്കും പ്രേമോണ്ട? അയ്യൊരു മുടിഞ്ഞ പ്രേമത്തിലാണ്. അതെ, പ്രേമാണ്. കെട്ടുവോ? പെട്ടു. ഏ, അല്ല, ഇവൻ കെട്ടുന്ന് പറഞ്ഞാണേ. കിട്ടും കിട്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ വന്ന ആലോചന ഞാൻ കൊണ്ടുവന്നാണെന്ന് അവളോട് വീട്ടിൽ പറയാൻ പറ. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കേട്ടാ, അത് മതി. എന്റെ അവസ്ഥ ഇതായി പോയില്ലേ? അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ ശരിയാക്കി. പൊന്നെ ചേട്ടനുണ്ടല്ലോ, ഭയങ്കരനാണ്. എന്നതാണോ ഇത്? കാര്യം പിഞ്ചോത്ത്. ഓ, പറഞ്ഞപ്പോ മനസ്സിലായി. കുടി. വെച്ചോ. പറഞ്ഞാ മനസ്സിലാവുന്ന ആളാണെങ്കിൽ നമ്മ പെട്ടുവിനേട്ടാ. അളിയൻ കഴിക്കളിയാ. എനിക്ക് വേണ്ട. നല്ല സ്ഥലമല്ലേ? യാ, നൈസ് പ്ലേസ്. എന്ത് ചെയ്യുന്നു ഷിബു? ഞാൻ ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം. ബ്രോക്കർ എന്തോ ട്രാവൽ ഏജൻസി എന്നൊക്കെ പറഞ്ഞു. അല്ല, ഈ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം ട്രാവൽസ് ഒക്കെ ഒന്നാണല്ലോ. ഓ, കഴിഞ്ഞു പോയ അങ്ങനെ. എനിക്കൊരു കോഫി. എനിക്കൊരു ബ്ലാക്ക് ടീ. വേറെ ഒന്നും വേണ്ട. വേറെ എന്താ? വേണ്ട. ഫുൾ ടൈം കട്ടനാണോ? ഞങ്ങൾ കലാകാരന്മാർ പൊതുവെ കട്ടനാണല്ലോ. കലാകാരനോ? അപ്പോൾ കുറച്ചു മുന്നേ ബിസിനസ് എന്ന് പറഞ്ഞത്? കലയുണ്ട് ബിസിനസ്സുണ്ട്, രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. അമ്മേ, ചേച്ചിയല്ലേ അത്? ഓ, അതോ? എന്ന് ഞാൻ അറിയില്ല. അപ്പൊ ഞങ്ങളറിയാം നിങ്ങൾ രണ്ടാളും മീറ്റിംഗ് ഒക്കെ തുടങ്ങിയല്ലേ? അല്ല, നീ കിടന്ന അധികം ഉരുളൊന്നും വേണ്ട. കൊറേ നേരമായി മോനെ വന്നിട്ട്? ഇല്ല, ജസ്റ്റ് ഇപ്പൊ വന്നേ ഉള്ളൂ. എന്നാ സംസാരിച്ചിരിക്കേ. നമുക്ക് പോവാല്ലേടി? ഞങ്ങള് പോട്ടെ. പോവാം. അമ്മ, ഞാനുണ്ട്. എന്തിനാ ഇപ്പൊ തന്നെ എണീറ്റേ? പതുക്കെ വന്നാ മതി. ഇല്ല, പോവാ. അല്ല, ഈ ചായ കൊണ്ടുപോകും. ബില്ലെടുക്കാനോ സർ? അമ്മ ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ഇല്ല മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. എപ്പോഴാന്ന് വെച്ചാ കഴിക്കുക. ഇവിടെ മോനൊരു ദോശയും കൂടി ഇട്ടെ. വേണ്ട വേണ്ട വേണ്ട. ഇവിടെ ഇട്ടോ. എന്തായി നിന്റെ സിനിമ ഇവിടുത്തെ ഒക്കെ? അല്ല, അത് കഴിഞ്ഞിട്ടില്ല.
ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കൽ പരമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ പൂർവാധീന ശക്തിയായിട്ട് തിരിച്ചു വരും. അച്ഛാ ഈ തവണത്തെ നല്ല സബ്ജക്റ്റ് ആണ് കേട്ടോ. അല്ല അളിയാ, ഈ പ്രാവശ്യം ഞങ്ങൾ പൊളിക്കും. ഇത്തവണയെങ്കിലും രക്ഷപ്പെടുവോ? എടി ഒന്ന് ചാടി ഇക്കടി. കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്. അതെ അതെ അതെ, ദോശ ഇട്, ഇവിടെ ഇട്. സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിച്ചോ. ഞാനവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവൻ രക്ഷപ്പെട്ടോളൂ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നേ. ഞാൻ പുറത്ത് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ അളിയാ? എന്താണെന്ന് വെച്ചു തരാം. എന്നാ വേഗം എടുക്കളയാ. ആ ഹലോ. ആ ചേട്ടാ, ഡോക്ടറെ ഞങ്ങൾ കണ്ടു. പക്ഷെ കാര്യം പറയാൻ പറ്റിയില്ല. ചേട്ടാ പ്ലീസ് ഒരു 2 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സിറ്റുവേഷൻ അറിയാല്ല, ഞങ്ങളുടെ ലൈഫിൻ്റെ കാര്യമാണ്. കാശൊക്കെ തരാം. ഒരു 2 ദിവസം. ഓക്കെ ഓക്കെ ഏട്ടാ, ഓക്കെ. ഇപ്പം എന്താ ചെയ്യാം? അളിയും കഴിച്ചു കഴിഞ്ഞാ? കഴിച്ചു. ഒന്നും വന്ന ഒരു കാര്യം പറയട്ടെ. കഴിച്ചിട്ട് പോട്ടെ. അയാൾ ദിവസം കൂടുന്തോറും ക്യാഷ് കൂടുതൽ ചോദിച്ചോണ്ടിരിക്കണം. ഇന്നലെ പോയിട്ട് എന്തായി? വല്ല നടക്കോ? അതൊന്നും നടന്നില്ല അളിയാ. അതിനിടയിൽ അവൾ അമ്മ അനിയത്തിയും കയറി വന്ന് ആകെ കുളമായി. ഓ, വെറുതെ ഇവിടുന്ന് സമയം കളയല്ലേ. അങ്ങോട്ട് കയറി മുട്ടി കാര്യം അവതരിപ്പിക്കാൻ നോക്ക്. അതേ ആവശ്യം നമ്മുടെ ഏട്ടാ. നീ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ കാണാം. ഇല്ലെങ്കിലേ പണി പോസ്റ്റ്മോർട്ടത്തിലും കിട്ടോട്ടാ. എനിക്കും 2 പോലീസുകാർ വന്നിരിക്കുന്നു. അത് അനീഷിന്റെ വീട് തിരക്കി വന്നതാ പാസ്പോർട്ടിന്റെ കാര്യത്തിന്. അല്ലെങ്കിൽ ഇവിടെ പോലീസുകാർ വരേണ്ട കാര്യം എന്താ? വെറുതെ കയ്യും വീശിച്ചെന്ന് അവളെ വീഴ്ത്താൻ നീ ആരാ? ദുൽഖർ സൽമാനാ? ഒന്നില്ലെങ്കിൽ വല്ല പൂവോ ഗിഫ്റ്റോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലേ. അല്ലെങ്കിൽ അവളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് ആ വഴിക്ക് വീഴ്ത്താൻ നോക്ക്. ഒരു പെണ്ണിനെ വളക്കാൻ അറിയാൻ പാടില്ലാത്തവനൊക്കെയാണ് സിനിമ പിടിക്കാൻ പോണത്. കഷ്ടം. എന്നാലേ ഈ ഷിബു ആരാണെന്ന് അളിയനെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങെടുത്താ സൂപ്പറല്ലേ കല്യാണി? ഐ ആം കമ്മിങ്.